ഹായ്, ഞാൻ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 5ഓളം ജില്ലകളിലായി 11ഓളം ബ്രാഞ്ചുകൾ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ പുറത്തുള്ള പല സ്റ്റേറ്റുകളിൽ നിന്നും ആദിയുടെ പല ബ്രാഞ്ചുകളായിട്ട് സ്റ്റുഡൻസ് പഠിക്കാറുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ആസാം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് നമുക്ക് പല ബ്രാഞ്ചുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ വരുന്ന പല സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് നമ്മുടെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, സർ നമുക്ക് ഇതുപോലുള്ള കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും ഡിസ്റ്റൻസിൽ വന്ന് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർ പല രീതിയിൽ നമ്മുടെ പറയാറുണ്ട്. അപ്പൊ പല രീതിയിൽ അവർ നമ്മുടെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, സർ നമുക്ക് കേരളത്തിന് പുറത്തൊരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റിൽ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ അവർ നമുക്ക് പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യയുടെ IT ഹബ്ബായിട്ടുള്ള ബാംഗ്ലൂർ നമുക്ക് പുതിയൊരു ബ്രാഞ്ച് വരാൻ പോവാണ്. നമുക്കറിയാം ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയിൽ നമുക്കുള്ളത്. നമുക്കറിയാം കേരളത്തിലെ പല കോഴ്സുകൾ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IT കോഴ്സുകളായിട്ടുള്ള AI അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ് പോലുള്ള കോഴ്സുകളെല്ലാം പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ജോലിക്ക് പോകുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സ്റ്റുഡൻസിന് തരാൻ പോവാണ്. ഈവൻ കേരളത്തിലെ സ്റ്റുഡൻസ് ആണെങ്കിലും അതല്ല കേരളത്തിന്റെ പുറത്തുള്ള സ്റ്റുഡൻസിനാണെങ്കിലും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബാംഗ്ലൂർ പോലുള്ള ഒരു നഗരത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഒരുപാട് ആളുകൾ നമ്മളിവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ്, സ്റ്റാഫ് മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.